ഹലോ ഹായ് ഡിയേഴ്സ്. ഇന്ന് നല്ലൊരു കിടിലൻ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ ബീഫ് വെച്ചിട്ട് സമോസ ഉണ്ടാക്കാനായിട്ട് പോവാണ്. സിമ്പിൾ റെസിപ്പി, വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വെൽക്കം ടു ജുവൽ ബേബീസ് വേൾഡ്. ശരിക്കും നമ്മൾ പുറത്തു നിന്നൊക്കെ കഴിക്കുന്നതിനേക്കാൾ എത്ര ടേസ്റ്റാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന റെസിപ്പീസ് എന്ന് ഇത് കഴിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത്. കാരണം നമ്മളൊരു കുറച്ച് എഫേർട്ട് എടുത്താലും അത് നല്ലൊരു ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റുന്നു. അപ്പോൾ അതുകൊണ്ട് ബീഫ് സമോസ നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ബീഫ് സമോസയുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. ഓൾ എന്ന ഓപ്ഷൻ. വീഡിയോയിലേക്ക് പോകാം. ബീഫ് സമോസയാണല്ലോ നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഞാനിവിടെ ബീഫ് എടുത്തിരിക്കുന്നത് 250 ഗ്രാമാണ് കേട്ടോ. നമ്മൾ സാധാരണ വീട്ടിലെല്ലാം ബീഫെല്ലാം വാങ്ങിക്കഴിഞ്ഞിട്ട് കുറച്ച് നമ്മൾ വേവിച്ചെടുത്ത് വെക്കാറില്ല. അതുപോലെ കുറച്ച് വേവിച്ചെടുത്ത് വെച്ച ബീഫാണിത്. അതുകൊണ്ട് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ ഉപ്പ്, ഇതെല്ലാം നല്ലതുപോലെ ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫാണിത്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് വേറെ പിന്നെ എക്സ്ട്രാ ഒന്നും ഇടുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒരു ബീഫ് മാത്രം എടുക്കുന്നതെങ്കിൽ അത് വേവിക്കാൻ നേരത്ത് ഇതെല്ലാം ചേർത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നതിൽ നിന്ന് കുറച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ ആദ്യം തന്നെ പാൻ സ്റ്റവിലേക്ക് വെച്ച് അതിലൊരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച ശേഷം നമ്മൾ ഈ ബീഫ് ഫ്രൈ ചെയ്യാനായിട്ട് പോവുകയാണ്. ബീഫ് അപ്പോൾ അങ്ങനെ തന്നെ എടുക്കുന്നതെങ്കിൽ ഉപ്പ്, മഞ്ഞൾ ഇതെല്ലാം അത് മാത്രമായാലും കുഴപ്പമില്ല. ഉപ്പും മഞ്ഞളും മാത്രം ഇട്ടാണെങ്കിലും ഒന്ന് വേവിച്ചെടുത്താൽ മതി. കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് വേവിച്ചെടുക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബീഫ് അപ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒത്തിരി അങ്ങ് ഫ്രൈ ആയി പോകണ്ട. കറുമുറ കടിച്ച് തിന്നുന്ന പാകം വേണ്ട. അതിൻ്റെ ഒരു തൊട്ട് താഴെയുള്ളൊരു പാകം, അതായത് കുറച്ചൊരു ഫ്രൈ ആയിട്ടുള്ള ഒരു ടൈപ്പിൽ നമുക്ക് കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ബീഫ് ഇപ്പോൾ നല്ലതുപോലെ ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. ബാക്കി എണ്ണ നമുക്ക് സവോളയും ഒക്കെ ചേർക്കാനായിട്ട്, ബാക്കി വഴറ്റാനുള്ളതെല്ലാം ഇതിനകത്ത് തന്നെ, ഈ എണ്ണയിൽ തന്നെ നമുക്ക് കളയാതെ തന്നെ ഉപയോഗിക്കാം. ഇനി നമുക്ക് സവോളയെല്ലാം വഴറ്റാനുള്ള പൊടികളും കൂടി എടുത്ത് വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. കാശ്മീരി ചില്ലി ആകുമ്പോൾ നമുക്ക് അധികം എരിവില്ല കേട്ടോ. അല്ലെങ്കിൽ മുളക് പൊടി എടുത്താലും മതി. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. മുളക് പൊടിയാണെങ്കിൽ എരിവിനനുസരിച്ച് നമുക്ക് കുറച്ചെടുത്താൽ മതി കേട്ടോ, ഒത്തിരി വേണ്ട. മഞ്ഞൾ എടുത്തിരിക്കുന്നത് 1/4 ടീസ്പൂണാണ്. മല്ലിപ്പൊടി 1 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ. ഗരം മസാല 1/2 ടീസ്പൂൺ. ഇത്രയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ എരിവിനൊക്കെ അനുസരിച്ച് വേണമെങ്കിൽ കുറച്ചും കൂടെ കുറയ്ക്കാൻ പറ്റുന്നത് കുറച്ചോളൂ കേട്ടോ. പൊടികളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് വഴറ്റാനുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി നമ്മൾ ആദ്യം എടുത്ത എണ്ണയിലേക്ക് നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. സവോള, അതുപോലെ ഞാനിവിടെ സവോള എടുത്തിരിക്കുന്നത് 2 വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഞാനൊരു വിഷ്വൽ എടുക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ ഇതാ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, അതുപോലെ തന്നെ ഒരു 3-4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് 1 കഷ്ണം, ഒരു 3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. സവോള, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ഇഞ്ചി, ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇതെല്ലാം നമുക്ക് ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില നല്ലതുപോലെ ചെറുതായിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് പിച്ച് കീറി ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. കറിവേപ്പില അല്ലെങ്കിൽ മല്ലിയില കേട്ടോ. മല്ലിയില ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം. മല്ലിയില എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ മല്ലിയില ചേർക്കുന്നില്ല, കറിവേപ്പിലയാണ് ചേർത്തിരിക്കുന്നത്. സവോളയും ഇഞ്ചിയും കറിവേപ്പിലയും നമ്മൾ ഇട്ടതെല്ലാം നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പച്ച മണം മാറുമ്പോൾ ഒന്നുകിൽ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ബീഫ് ഇട്ടതിന് ശേഷം പൊടികൾ ചേർത്താലും മതി കേട്ടോ. ഞാനിവിടെ ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. ബീഫും കൂടി ഇതിനകത്തേക്ക് ഒന്ന് ഇതായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പൊടികളും കൂടെ ഇട്ട് കൊടുക്കാം. എങ്ങനെ ചെയ്താലും പ്രശ്നമില്ല. ബീഫ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഇച്ചിരി അതിൻ്റെ നടുഭാഗത്ത് കുറച്ചൊരു സ്പേസ് ഉണ്ടാക്കി നമുക്ക് ഈ പൊടികളും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ച മണം ഒന്ന് മാറിക്കിട്ടും. വേണമെങ്കിൽ ഇതിൻ്റെ നടുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ പൊടികൾ ചേർത്ത് കൊടുത്താലും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ആക്കിയ ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഒരു
ഒരു കാര്യം കൂടെ നമ്മൾ സമോസ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ചെയ്യണം. കുറച്ച് മൈദ, ഒരു 4 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ക്രീമി പരുവത്തിനാക്കി വെക്കണം. ഇത് സമോസയുടെ ഷീറ്റ് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ സമോസ ഫില്ലിംഗ് റെഡിയായി കഴിഞ്ഞു, നമ്മൾ സമോസ ഷീറ്റ് ഒട്ടിക്കാനായിട്ടുള്ള പശ റെഡിയായി കഴിഞ്ഞു, എല്ലാം റെഡിയായി. ഇനി നമുക്ക് സമോസ ഉണ്ടാക്കാം അല്ലേ. ഞാനിവിടെ സമോസ ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. സമോസ ഷീറ്റ് നമുക്ക് ഒരു കോൺ ആകൃതിയിൽ മടക്കിയ ശേഷം അതിലേക്ക് ഈ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം, ബീഫ് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടി മടക്കി അടുത്തൊരു മടക്ക് കഴിയുമ്പോഴേക്കും നമുക്ക് ആ ഒരു കറക്റ്റായിട്ട് സമോസ തിരിച്ചെടുക്കാനായിട്ടുള്ള ഇത് മനസ്സിലാവും. അപ്പോൾ അതേ പാകത്തിന് മടക്കി എടുത്തു കഴിഞ്ഞ് നമുക്ക് കുറച്ച് പശ വെച്ച്, അതായത് നമ്മുടെ മൈദയുടെ പശ വെച്ച് നമുക്ക് ഒട്ടിച്ചെടുക്കാം. നമുക്ക് ഈ മൈദയുടെ പശ വെച്ച് നമുക്ക് അതിൻ്റെ സൈഡിലും അതുപോലെ തന്നെ അതിൻ്റെ ഓരോ കോൺ സൈഡിലെല്ലാം ചിലപ്പോൾ ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിലെല്ലാം ഒന്ന് പതിയെ ഒന്ന് മുക്കിയെടുത്താലും മതി. ഇതുപോലെ തന്നെ നമുക്കെല്ലാം ചെയ്ത് വയ്ക്കാം കേട്ടോ. 2-3 സമോസയ്ക്കുള്ളത് ഞാനിതെല്ലാം തന്നെ ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇതാ റെഡി ആയി കഴിഞ്ഞു നമ്മുടെ സമോസയ്ക്കുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഈ കാണിച്ചു തന്ന രീതിയിൽ തന്നെ മടക്കി എടുത്താൽ മതി. ചിലർക്കത് മടക്കുന്നതിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഒന്നൊരു കുമ്പിൾ ആകൃതിയിൽ എടുത്തതിന് ശേഷം അതിലേക്ക് ഫില്ലിംഗ് എല്ലാം നിറച്ചതിന് ശേഷം പതിയെ ഒരു റൗണ്ടും കൂടെ അതിനൊരു കൊടുത്തതിന് ശേഷം ഒന്ന് മടക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സമൂസയുടെ ആ ഒരു ഷേപ്പിന്, കറക്റ്റ് ഷേപ്പിന് തന്നെ കിട്ടും. ഇനി ഞാൻ ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ തവിടെണ്ണയോ ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പാനിലേക്ക്. എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോ സമോസയായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സമോസ ഒരു ഭാഗം മുരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗത്തേക്ക് മറിച്ചിടാം. ഇതേ സ്റ്റൈലിൽ ഈ ബീഫ് സമോസ ഉണ്ടാക്കുന്ന ഇതേ സ്റ്റൈലിൽ തന്നെ നമുക്ക് ചിക്കൻ സമോസയും ഉണ്ടാക്കാം കേട്ടോ. സമോസ 2 ഭാഗവും റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി അത് പ്ലേറ്റിലേക്ക് മാറ്റാം. എന്ത് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ബീഫ് സമോസ ഉണ്ടാക്കാൻ പറ്റിയില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും മറക്കണ്ട, ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ, ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങളിലേക്ക് അത് ആദ്യം എത്തും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതുപോലെ നല്ല കിടിലൻ വീഡിയോസുമായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഒരുമിച്ച് അങ്ങ് മുന്നോട്ട് പോകാം. അപ്പോൾ നിങ്ങളുടെ ഒരു സഹകരണം ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീണ്ടും നല്ല പുതിയ വീഡിയോസുമായിട്ട് കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ജ്വൽ ബേബി സൈനിങ് ഓഫ്. ബൈ.